യൂണിറ്റ് 2 മേജർ എൻ്റർപ്രൈസസ്. അതിൽ ഫസ്റ്റ് എൻ്റർപ്രൈസ് ലാൻഡ്സ്കേപ്പിംഗ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അഗ്രി ബിസിനസ് ആയിരുന്നു. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ മേജർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മേജർ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാന സംരംഭങ്ങൾ. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതുമയുള്ള ഒരു വാക്കായിരിക്കും. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളോടും റോഡുകളോടും നടക്കുന്ന വഴികളോടും ഒക്കെ ചേർന്ന് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ചെടികളിൽ മരങ്ങൾ, അതുപോലെ കുറ്റിച്ചെടികൾ, പടർന്നു കയറുന്ന വള്ളിച്ചെടികൾ എല്ലാം ഉൾപ്പെടും. മറ്റ് വികസിത രാജ്യങ്ങളിൽ ലാൻഡ്സ്കേപ്പിങ്ങിന് അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ലാൻഡ്സ്കേപ്പിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ രാജ്യത്ത് ലാൻഡ്സ്കേപ്പിങ്ങിന് ടൗൺ പ്ലാനിങ്ങിൽ അത്ര അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ചണ്ഡീഗഡിലാണ് ആദ്യമായിട്ട് നമ്മളുടെ രാജ്യത്ത് ടൗൺ പ്ലാനിങ്ങിനോടൊപ്പം തന്നെ ലാൻഡ്സ്കേപ്പിംഗ് കൂടി നടത്തിയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് ടൗൺ പ്ലാനിങ്ങിൻ്റെ കൂടെ ചെയ്യുമ്പോൾ അതിന് ബയോ ഈസ്തറ്റിക് പ്ലാനിങ് എന്നാണ് പറയുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, റോഡ് നല്ല വീതിയുള്ള റോഡുകളായിരിക്കണം. അതുപോലെ റോഡിന് ഇരുവശവും നല്ല ഉയരത്തിൽ വളരുന്ന തണൽ തരുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. കൂടാതെ ടൗണുകളോട് ചേർന്ന് പാർക്കുകളും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് മലിനീകരണം കുറയ്ക്കാൻ പറ്റും. മലിനീകരണം എന്ന് പറയുമ്പോൾ എയർ പൊല്യൂഷൻ, ഡസ്റ്റ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇതെല്ലാം ടൗണുകളിൽ കുറയ്ക്കാൻ ബയോ ഈസ്തറ്റിക് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ടൗണിൽ ജീവിക്കുന്ന ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റുകളിലൊക്കെ ആയിരിക്കും കൂടുതലും താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാർക്കുകളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ അവരുടെ കുട്ടികൾക്ക് കളിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം പാർക്കുകളിലൂടെ ലഭ്യമാകും. ഇത്രയാണ് ബയോ ഈസ്തറ്റിക് പ്ലാനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്. ലാൻഡ്സ്കേപ്പിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് നമുക്ക് നോക്കാം, എന്താണ് ലാൻഡ്സ്കേപ്പിംഗ്. ലാൻഡ്സ്കേപ്പിംഗിൻ്റെ ഡെഫിനിഷൻ: ദ ആർട്ട് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ട്രീസ്, shrubs, climbers and various other components with buildings, walkways, drives and other natural features for the use of humanity is called landscaping. ഇതാണ് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് മരങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും ഒക്കെ ബിൽഡിങ്ങിനോടും നടക്കുന്ന വഴികളോടും റോഡുകളോടും ഒക്കെ ചേർന്ന് വളർത്തുന്ന രീതിക്കാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. എന്താണ് ലാൻഡ്സ്കേപ്പിംഗിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ദ ഇമ്പോർട്ടൻസ് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വേണ്ടത്ര ലാൻഡ്സ്കേപ്പിംഗ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. In developed countries, landscaping is having a major role in town planning. Town planningil ഡെവലപ്ഡ് കൺട്രീസ്, വികസിത രാജ്യങ്ങളിൽ അവർ ലാൻഡ്സ്കേപ്പിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബയോ ഈസ്തറ്റിക് പ്ലാനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ബയോ ഈസ്തറ്റിക് പ്ലാനിങ് എന്ന്. ബയോ ഈസ്തറ്റിക് പ്ലാനിങ് ഈസ് ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫൗന ഇൻ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് സറൗണ്ടിങ്. സറൗണ്ടിങ്ങിൻ്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, സറൗണ്ടിങ് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചെടികളെയും ജീവജാലങ്ങളെയും എല്ലാം ഉപയോഗിക്കുന്ന രീതിക്കാണ് ബയോ ഈസ്തറ്റിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ടൗൺ പ്ലാനിങ്ങിനോടുകൂടി ലാൻഡ്സ്കേപ്പിങ്ങും കൂടി നടപ്പിലാക്കുമ്പോൾ നമുക്ക് ബയോ ഈസ്തറ്റിക് പ്ലാനിങ് അക്വയർ ചെയ്യാൻ സാധിക്കും. ദിസ് കൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലാനിങ് ദ സിറ്റി ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് എന്ന് പറയുന്ന സിറ്റിയാണ് ആദ്യമായിട്ട് ഈ രീതിയിൽ പ്ലാനിങ് നടത്തിയത്. ബയോ ഈസ്തറ്റിക് പ്ലാനിങ് ഷുഡ് റൺ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ടൗൺ പ്ലാനിങ്. ടൗൺ പ്ലാനിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ബയോ ഈസ്തറ്റിക് പ്ലാനിങ് കൂടി ചെയ്യുമ്പോൾ പ്ലാന്റ് വിത്ത് ഷെയ്ഡഡ് ആൻഡ് ഫ്ലവറിംഗ് ട്രീസ്. ഷെയ്ഡ് ട്രീസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് ട്രീസ്, തണൽ മരങ്ങളും
പൂമരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ ബയോ ഈസ്തറ്റിക് പ്ലാനിങ് അക്വയർ ചെയ്യാം. അതുപോലെ റോഡുകൾ നല്ല വീതിയുള്ളതായിരിക്കണം. ദർ ഷുഡ് ബി സ്പേഷ്യസ് പാർക്സ് ആൻഡ് കൺസർവേറ്ററീസ് ഫോർ ബേർഡ്സ് ആൻഡ് ആനിമൽസ്. നല്ല പാർക്കുകൾ ഉണ്ടാവണം. ആ പാർക്കുകളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെയുള്ള ഒരു കൺസർവേറ്ററി ആയിട്ടുകൂടി അത് ഫങ്ഷൻ ചെയ്യും. പാർക്സ് ആൻഡ് ലിവിംഗ് പ്ലാന്റ്സ് വിൽ ചെക്ക് എയർ പൊല്യൂഷൻ. ഇതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഡസ്റ്റ് പൊല്യൂഷൻ എല്ലാം കുറയ്ക്കുന്നതിന് ബയോ ഈസ്തറ്റിക് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടൗണിൽ ജീവിക്കുന്ന സിറ്റിസൺസിന് റിലാക്സ് ചെയ്യാൻ പാർക്സ് ഉപയോഗിക്കാം. അതുപോലെ അവരുടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് ഉപയോഗിക്കാം. ആസ് എ ഹോൾ, ബയോ ഈസ്തറ്റിക് പ്ലാനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഗാർഡൻ വിൽ ഇമ്പാർട്ട് ഹെൽത്ത് ടു സിറ്റിസൺസ്. ടൗണിൽ ജീവിക്കുന്ന പൗരന്മാർക്ക് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? ബയോ ഈസ്തറ്റിക് പ്ലാനിങ്ങും ലാൻഡ്സ്കേപ്പ് ഗാർഡൻസും സഹായിക്കുന്നു. നെക്സ്റ്റ്, ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില തത്വങ്ങളുണ്ട്. പ്രധാനമായിട്ടും 7 പ്രിൻസിപ്പിൾസാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തത് സിംപ്ലിസിറ്റി, രണ്ടാമത് വെറൈറ്റി, 3 റെപ്പറ്റീഷൻ. റെപ്പറ്റീഷനാണ് ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഗാർഡനിങ് എന്ന് പറയുന്നത്. അടുത്തത് സർപ്രൈസ്. ഒരു ഗാർഡനിലൂടെ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും പുതുമകൾ ഉണ്ടാവും. ഒരു ഗാർഡനിൽ എപ്പോഴും നമുക്ക് അത്ഭുതങ്ങൾ ആ ഗാർഡനിലൂടെ നടക്കുമ്പോൾ കിട്ടണം. ഇതാണ് സർപ്രൈസ് എന്ന് പറയുന്ന പോയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നാച്ചുറൽ ആയിട്ടുള്ള ലെവൽ ഡിഫറൻസ്. അതായത് നമ്മൾ ഒരിക്കലും ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ലെവലിംഗ് നടത്തിയിട്ട് നിരപ്പാക്കിയ ശേഷം ചെയ്യരുത്. നാച്ചുറൽ ആയിട്ടുള്ള ലെവലാണ് എപ്പോഴും ഒരു ഗാർഡന് അല്ല ലാൻഡ്സ്കേപ്പിങ്ങിനാണെങ്കിലും എൻ്റെ ഭംഗി നൽകുന്നത്. അടുത്തത് ഹാർമണി ഓഫ് കളേഴ്സ്. ഏറ്റവും പ്രധാനമാണ് കളറുകൾ തമ്മിലുള്ള യോജിപ്പ് ഉണ്ടാവണം. അടുത്തത് ഫോക്കൽ പോയിന്റ്. ഗാർഡനിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു പോയിന്റിനെയാണ് ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഗാർഡനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. സിംപ്ലിസിറ്റി, വെറൈറ്റി, റെപ്പറ്റീഷൻ, സർപ്രൈസ്, നാച്ചുറൽ ലെവൽ, ഹാർമണി ഓഫ് കളേഴ്സ് ആൻഡ് ഫോക്കൽ പോയിന്റ്. ഇത്രയാണ് 7 പ്രിൻസിപ്പിൾസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗിന്റെ തത്വങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ടേസ്റ്റ് ഓഫ് ദി ഓണർ. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഓണറുടെ അഭിരുചിക്ക് അനുസരിച്ച് വേണം നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യേണ്ടത്. ലാൻഡ്സ്കേപ്പിംഗിന് പ്രധാനമായിട്ടും 7 പ്രിൻസിപ്പിൾസ് ആണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? സിംപ്ലിസിറ്റി, വെറൈറ്റി, റെപ്പറ്റീഷൻ, ലെവൽ ഡിഫറൻസ്, സർപ്രൈസ്, ഫോക്കൽ പോയിന്റ്, ഹാർമണി ഓഫ് കളർ ആൻഡ് പ്രപ്പോർഷൻ. ഇത്രയുമാണ് ലാൻഡ്സ്കേപ്പിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ആണ്. എ ഗാർഡൻ ഷുഡ് നോട്ട് ബി കോംപ്ലെക്സ്. വലിയ കോംപ്ലെക്സിറ്റി, അതായത് ഒരുപാട് ചെടികൾ കൂട്ടമായിട്ട് നട്ട് ഗാർഡന്റെ സിംപ്ലിസിറ്റി നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. യൂണിറ്റി വിൽ ഇമ്പാർട്ട് സിംപ്ലിസിറ്റി ആൻഡ് വൺനെസ് ഓഫ് ഗാർഡൻ. അതായത് ഒരു ഗാർഡനിലെ എല്ലാ കോമ്പോണൻസും തമ്മിൽ ഒരു യോജിപ്പുണ്ടെങ്കിൽ അത് സിംപ്ലിസിറ്റി എന്ന പ്രിൻസിപ്പിള് ഗാർഡന് ഇമ്പാർട്ട് ചെയ്യും. ഈ പിക്ചറിൽ നിങ്ങൾക്കൊരു ഗാർഡൻ കാണാം. ഒരുപാട് കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കാണാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗിന്റെ പിക്ചറാണ് ഇത്. നെക്സ്റ്റ്, വെറൈറ്റിയും സിംപ്ലിസിറ്റിയും കൂടി നമുക്കൊരു കോൺട്രാഡിക്ഷൻ തോന്നാം. എങ്കിലും വെറൈറ്റി, വലിയ വലിയ ഗാർഡനുകളിൽ നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ട് വെറൈറ്റി കൊണ്ടുവരുന്നതിലൂടെ അത് ആ ഗാർഡന്റെ ഭംഗി കൂട്ടും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് റെപ്പിറ്റീഷൻ. അതായത് ഒരേ ഗാർഡൻ കോമ്പണന്റ്, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരേ ഗാർഡൻ കോമ്പണന്റ്. ഇപ്പൊ ഇവിടെ ഒരു ഹെഡ്ജ് ഉണ്ട്. ഹെഡ്ജും എഡ്ജും ഒക്കെ നിങ്ങൾ ഇനി ഗാർഡൻ കോമ്പണന്റ്സിന്റെ പേരുകൾ പഠിക്കും. ഈ വെട്ടി നിർത്തിയ കുറ്റിച്ചെടികളെയാണ് നമ്മൾ ഹെഡ്ജ് എന്ന് പറയുന്നത്. ഹെഡ്ജ്, അതുപോലെ ഫ്ലവർ ബെഡ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്.
ഇതാണ് റെപ്പറ്റീഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് മോസ്റ്റ് ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് ഗാർഡൻ. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. മോസ്റ്റ് ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് ഗാർഡൻ എന്ന് പറയുന്നത് അതിലെ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ്, നാച്ചുറൽ ലെവൽ ചേഞ്ച്. ഈ ഒരു ഗാർഡനിൽ നമുക്ക് കാണാം, ഇതൊരു സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ മണ്ണ് നിറച്ച് ലെവൽ ചെയ്ത ശേഷമാണ് ലോണും അതുപോലെ ഗാർഡൻ കോമ്പണൻസും ഒക്കെ ഉണ്ടാക്കണതെങ്കിൽ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആ ഗാർഡന് നഷ്ടപ്പെടും, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അത് മാറും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് എങ്ങനെയാണോ നാച്ചുറൽ ആയിട്ട് ലെവൽ കിടക്കുന്നത് ആ ഒരു ലെവലിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇതാണ് നമ്മളുടെ അടുത്ത പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് സർപ്രൈസ്. ഒരു ഗാർഡനിൽ എപ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതായത് നമുക്ക് എപ്പോഴും ഒരു പുതുമ, അതായത് ആ ഗാർഡനിലൂടെ നടക്കുമ്പോൾ, ചെറിയ ഗാർഡനിലൊന്നും നമുക്ക് സർപ്രൈസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. വലിയ വലിയ ഒരു ലാൻഡ്സ്കേപ്പ് ഗാർഡനിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഓരോ ടേണിലും നമുക്ക് പുതിയ പുതിയ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ പുതുമകൾ ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഗാർഡനിന് ഭംഗി ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, ഫോക്കൽ പോയിന്റ്. ഇവിടെ 3 ഫോക്കൽ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഒന്നൊരു ഫൗണ്ടൻ ആണ്, ഒന്നൊരു പ്രതിമയാണ്, മറ്റേത് ഒരു ചെറിയ പൂളാണ്, ലില്ലി പൂൾ പോലെയുള്ള ഒരു ചെറിയ പൂൾ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭംഗിയുള്ള സംഭവം, അതായത് ഒരു ഫൗണ്ടൻ ആവാം, ഒരു സ്റ്റാച്യു ആവാം, ഭംഗിയുള്ള ഒരു ചെടി ആവാം, ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആ ഗാർഡന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോക്കൽ പോയിന്റ് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആണ് ഫോക്കൽ പോയിന്റ്. അടുത്തത് ഹാർമണി ഓഫ് കളർ ആൻഡ് പ്രപ്പോർഷൻ. അതായത് ഈ ഒരു ഗാർഡന്റെ പിക്ചറിൽ നമുക്ക് കാണാം ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരുപാട് ചെടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും ഇതെല്ലാം തമ്മിലുള്ള ഒരു യോജിപ്പ്, ഈ കളറും അതുപോലെ ആ കളറിലുള്ള പ്ലാന്റ്സ് തമ്മിലുള്ള പ്രപ്പോർഷനിലുള്ള ഒരു യോജിപ്പും കാരണം ഈ ഗാർഡൻ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു കോമ്പോണന്റ്, ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഹാർമണി ഓഫ് കളർ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഈ ബേസിക് പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഒന്നാമത്തത് സിംപ്ലിസിറ്റി, രണ്ടാമത് വെറൈറ്റി, മൂന്നാമത് റെപ്പറ്റീഷൻ, 4 ലെവൽ ഡിഫറൻസ്, 5 സർപ്രൈസ്, 6 ഫോക്കൽ പോയിന്റ്, 7 ഹാർമണി ഓഫ് കളർ ആൻഡ് പ്രപ്പോർഷൻ.